ഹരേ കൃഷ്ണ. വായു ഭഗവാൻ ഹനുമാനെയും കൊണ്ട് പാതാളത്തിൽ ഒളിച്ച കഥയാണ് ഞാനിവിടെ പറയുന്നത്. അബോധാവസ്ഥയിലായ മകനെ കണ്ട് വായുദേവൻ ദുഃഖിച്ചു. ത്രിലോകവാസികൾക്ക് ആശ്വാസം നൽകുന്ന തന്നോടും തൻ്റെ പുത്രനോടും ദേവേന്ദ്രൻ കാട്ടിയ ക്രൂരതയ്ക്ക് പകരം വീട്ടണമെന്ന തീരുമാനത്തോടെ മകനെ ഇവിടുത്തെ തോളിലിട്ടുകൊണ്ട് മാരുതൻ പാതാളത്തിൽ പോയി മറഞ്ഞു. അതായത് ഹനുമാനെ ദേവേന്ദ്രൻ ഹനുവിൽ തട്ടിയപ്പോൾ ബോധമില്ലാതെ ഹനുമാൻ വീണപ്പോൾ വായുദേവൻ ചെയ്തതാണ് ഹനുമാനെയും എടുത്ത് പാതാളത്തിലോട്ട് പോയത്. ആകാശത്തേക്ക് പറന്നുയർന്ന മകൻ തിരിച്ചു വരാത്തതിനാൽ കേസരിയും അഞ്ജനയും അത്യധികം ദുഃഖിതരായി തീർന്നു. അവർ പാർവതി പരമേശ്വരന്മാരെ വിളിച്ചു കേണു. ഭഗവാനെ, ആറ്റുനോറ്റിരുന്ന ഞങ്ങൾക്ക് ലഭിച്ച ഒരേ ഒരു ശിശുവിനെ ഞങ്ങളിൽ നിന്ന് എന്തിനു വേർപെടുത്തി? ഞങ്ങൾ ഇതിനു മാത്രം എന്തു പാപമാണ് ചെയ്തത്? അല്ലയോ വായുദേവ, അങ്ങ് അറിയുന്നില്ലേ ഞങ്ങളുടെ ദുഃഖം? ഞങ്ങളുടെ പുത്രൻ ഇപ്പോൾ എവിടെയാണെന്ന് ദയവായി ഒന്ന് കാണിച്ചു തരിക എന്ന് വിലപിച്ച ആ ദമ്പതികളുടെ ദീനരോദനം കേട്ട് വായു ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി പറഞ്ഞു. അഞ്ജനെ, കേസരി, നിങ്ങളുടെ പുത്രൻ സുരക്ഷിതനായി എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അവന് യാതൊരു ആപത്തും ഉണ്ടാവുകയില്ല. പക്ഷേ എന്നെയും എൻ്റെ പുത്രനെയും വേദനിപ്പിച്ച ആദിത്യനെയും ഇന്ദ്രനെയും ഞാൻ ഒരിക്കലും വെറുതെ വിടുകയില്ല. അത് കേട്ടപ്പോൾ ഇരുവർക്കും ആശ്വാസമായി. അതുവരെ ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് തങ്ങളുടെ പുത്രൻ സുരക്ഷിതമായിരിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. വായുദേവൻ്റെ അഭാവത്തിൽ ലോകം മുഴുവനും നിശ്ചലമായി. സകല ചരാചരങ്ങളും ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന അവസ്ഥയിലായി. അതറിഞ്ഞ ദേവന്മാരും ഋഷിമാരും മോഹാലസ്യപ്പെട്ടു. ലോകം നശിച്ചേക്കുമെന്ന സ്ഥിതി തന്നെ സംജാതമായി. ദേവേന്ദ്രൻ പരിഭ്രാന്തനായി. വജ്രായുധം പ്രയോഗിക്കാൻ പാടില്ലായിരുന്നുവെന്നു അയാൾക്ക് തോന്നി. എല്ലാറ്റിന് കാരണം താനാണെന്ന് മനസ്സിലായി. ആദിത്യൻ ചെയ്തു പോയ തെറ്റിൽ പശ്ചാത്തപിച്ചു. വായുദേവനെ അന്വേഷിച്ച് ദേവന്മാർ പരക്കം പാഞ്ഞു. പക്ഷേ എങ്ങും കണ്ടെത്താനായില്ല. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്തത്.